ഗീതാഗോവിന്ദം സീരിയലിൻ്റെ ഇന്നത്തെ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരുണിൻ്റെ കൈകൾ പിടിച്ചു മാറ്റി ഗോവിന്ദ് പറയുകയാണ് ചെയ്യുന്നത്, ഇവളെൻ്റെ ഭാര്യയാണ്, ഏടത്തിയമ്മയുടെ കാൽത്തൊട്ട് വന്ദിക്കേണ്ടവൻ ഈ മഹാപാപം ചെയ്യണ്ട. അപ്പോൾ രാധികാമ്മ പറയുകയാണ്, എങ്കിൽ നീ തന്നെ ഇവളെ പുറത്താക്കുക കണ്ണ, ആ ചടങ്ങ് നിർവഹിക്കാൻ ഏറ്റവും അർഹതപ്പെട്ടവൻ നീ തന്നെയാണ് കണ്ണ. വലിയ ചതിയാണ് വിനോദ് ഈ കുടുംബത്തോട് ചെയ്തത്, അതിനുള്ള ശിക്ഷ ഇവൾക്ക് കൊടുത്തേ മതിയാകൂ. ആ സമയം നമ്മുടെ ഗോവിന്ദ് പഴയകാലം ആലോചിക്കുകയാണേ, രാധികാമ്മയും അനാർക്കിലായിട്ടുള്ള ഒരു ഫോൺ സംഭാഷണം ഉണ്ടല്ലോ, അതാണ് ആലോചിക്കുന്നത്. ഗോവിന്ദിന് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. രാധികാമ്മ ചോദിക്കുകയാണ്, കണ്ണാ നീ എന്താ പ്രതികരിക്കാത്തത്, അങ്ങനെ ചോദിക്കുകയാണേ. അപ്പോൾ ഗോവിന്ദ് പറയുകയാണ്, പാപിയെ തൊട്ടവൻ പാപികളാണെങ്കിൽ എൻ്റെ മുൻപിൽ നിൽക്കാൻ ആർക്കും അവകാശം ഉണ്ടാവില്ല. രാധികാമ്മ അപ്പോൾ ചോദിക്കുകയാണ്, നീ എന്താ ഉദ്ദേശിച്ചത്? ആ സമയം അയ്യപ്പേട്ടൻ പറയുകയാണേ, കുഞ്ഞു പറഞ്ഞതാ ശരി, ഇവിടെ നിൽക്കാൻ ആരേക്കാളും അവകാശം രാധികാമ്മയെക്കാളും ഗീതുമോൾക്ക് തന്നെയാണ്, അങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ വരുൺ പറയുന്നുണ്ട്, ഇവിടെ നിൽക്കാൻ അമ്മയെക്കാളും അവകാശം ഇവൾക്കാണെന്ന് പറയാൻ കാരണം എന്താണെന്ന് എനിക്കറിയണം. ആ സമയം ഗോവിന്ദ് പറയുകയാണേ, അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നറിയാതെ അകത്ത് പ്രിയ ഇങ്ങനെ കിടക്കുമ്പോൾ എനിക്ക് മറ്റൊന്നും സംസാരിക്കാനില്ല. ഇവിടെ എനിക്ക് മറ്റാരേക്കാളും ആവശ്യം എൻ്റെ ഭാര്യയുടെ സ്വാതന്ത്ര്യമാണ്. അപ്പോൾ രാധികാമ്മ പറയുകയാണ്, ഇവളെ ഇനി ഇവിടെ കണ്ട എനിക്ക് ഭ്രാന്ത് പിടിക്കും. അപ്പോൾ ഗോവിന്ദ് പറയുകയാണേ, ബുദ്ധിമുട്ടുള്ളവർക്ക് ഇവിടുന്ന് പോകാം. അപ്പോൾ വരുണും രാധികാമ്മയും ഞെട്ടുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇതൊക്കെ കേൾക്കുമ്പോൾ. ശേഷം ഗോവിന്ദ് ഗീതുവിൻ്റെ കൈകൾ പിടിച്ചുകൊണ്ട് പറയുവാണേ, ഈ കൈകൾ ഞാനിനി വിടാൻ ഉദ്ദേശിക്കുന്നില്ല, ഒന്നിനു വേണ്ടിയും ആർക്കു വേണ്ടിയും. അപ്പോൾ രേഖയുടെയും അയ്യവേട്ടൻ്റെയും മുഖത്ത് നല്ലപോലെ സന്തോഷമാണ് വരുന്നത് കേട്ടോ. രാധികാമ്മയുടെയും വരുണിൻ്റെയും മുഖത്താണെങ്കിൽ ദേഷ്യവും ഒരു ഞെട്ടലൊക്കെയാണ് കാണുന്നത്. ഈ കാഴ്ച കണ്ട് ഭ്രാന്ത് പിടിക്കാത്തവർക്ക് മാത്രം ഇവിടെ നിന്നാൽ മതി, ബാക്കിയുള്ളവർ എൻ്റെ സമനില തെറ്റിക്കാതെ ഇവിടുന്ന് പോ, ദേഷ്യത്തോടെ ഗോവിന്ദ് പറയുകയാണേ. അപ്പോൾ രാധികാമ്മ പറയുന്നുണ്ട്, ഞാനാണോ നിൻ്റെ സമനില തെറ്റിക്കുന്നത്? അപ്പോൾ ഗോവിന്ദ് ചോദിക്കുകയാണ്, എനിക്ക് മറ്റൊന്നും സംസാരിക്കാൻ താല്പര്യമില്ല, രാധികാമ്മ റൂമിൽ പോയി റെസ്റ്റ് എടുക്ക്, ബാക്കി ഇവിടുത്തെ കാര്യങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം, ഞാൻ നോക്കിക്കോളാം എന്ന് പറയുകയാണേ. ശേഷം ഗോവിന്ദ് അവിടുന്ന് പോവുകയാണ് ചെയ്യുന്നത്. പുറകെ നമ്മുടെ ഗീതവും പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് ഞെട്ടി നിൽക്കുകയാണ് ചെയ്യുന്നത് എല്ലാവരും. ശേഷം ഗീതുവിനെയും ഗോവിന്ദനെയാണ് കാണിക്കുന്നത്. ഗീതു ഗോവിന്ദൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഗീതു ഇങ്ങനെ മനസ്സിൽ പറയുകയാണ്, ഈ സമയം ഞാൻ എൻ്റെ സങ്കടം കൂടി കാണിച്ചിട്ട് കണ്ണേട്ടനെ കൂടുതൽ വിഷമിപ്പിക്കാൻ പാടില്ല എന്ന് പറയുകയാണ് കേട്ടോ. ഗീതു വന്നിട്ട്, കണ്ണേട്ട എന്നെ സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് നന്ദിയുണ്ടെന്ന് ഗോവിന്ദനോട് പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും രാധികാമ്മയുടെ ഭാഗത്ത് ന്യായമുണ്ട് കണ്ണേട്ട, ഒരമ്മയ്ക്കും ഒരേട്ടനും സഹിക്കാൻ പറ്റാത്ത തെറ്റാ വിനോദ് ചെയ്തത്. എൻ്റെ അമ്മ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നതിന് കാരണം കണ്ണേട്ടനാ, എന്നിട്ടും വിനോദ് ഇങ്ങനെ ചെയ്തല്ലോ എന്നോർക്കുമ്പോൾ എനിക്ക് പോലും സഹിക്കാൻ പറ്റുന്നില്ല കണ്ണേട്ട. വിനോദ് ചെയ്ത വലിയ തെറ്റിന് അല്ല വലിയ ചതിക്ക് ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഗീതു ഗോവിന്ദൻ്റെ കാല് പിടിക്കാനായിട്ട് കുനിയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഗോവിന്ദ് വേണ്ട പറയും കേട്ടോ. അപ്പോൾ എന്നിട്ട് പിടിച്ചു മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഗീതു വേണം എന്ന് പറഞ്ഞ് വീണ്ടും പിടിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അങ്ങനെ പിടിക്കാൻ എനിക്കിതല്ലേ പറ്റൂ എന്ന് പറയുകയാണ് കേട്ടോ ഗീതു. അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, വേണ്ടെന്ന് പറഞ്ഞില്ലേ, എനിക്ക് ആരുടെ മാപ്പോ അപേക്ഷയും കേൾക്കണ്ട, പ്രത്യേകിച്ച് നിൻ്റെ. അല്ലെങ്കിൽ തന്നെ ആർക്കാ മാപ്പ് കൊടുക്കണ്ടേ, ഞാൻ നിനക്കോ അതോ പ്രിയ പറഞ്ഞ് വിനോദിനെയാണ് ഉദ്ദേശിച്ചത് കേട്ടോ. ദേഷ്യത്തിൽ അങ്ങനെ പറയാണ്, സ്വപ്നം കണ്ട ജീവിതം ഒരു നിമിഷം കൊണ്ട് തകർത്ത ആ നീചകന് പ്രിയ കൊടുക്കുമോ മാപ്പ്? പ്രിയയുടെ വയറ്റിലുള്ള ആ കുഞ്ഞു കൊടുക്കുമോ അവന് മാപ്പ്? എന്നെയും നിന്നെയും ഒരു കണ്ണിയിൽ കോർത്ത് പ്രിയയ്ക്ക് സംഭവിച്ച ദുരിതത്തിന് നിനക്ക് കഴിയുമോ മാപ്പ് കൊടുക്കാൻ? അപ്പോൾ ഗീതു പറയുന്നുണ്ട്, ഇല്ല, ഒരാൾക്കും വിനോദിനോട് പൊറുക്കാനാവില്ല എന്ന് പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, അതെ, ഒരാൾക്കും ഒരു മനുഷ്യനും വിനോദിനോട് മാപ്പ് കൊടുക്കാനാകില്ല, ആ മനുഷ്യൻ നിൻ്റെ അനിയനാണെന്ന് നീ അങ്ങ് മറന്നേക്ക് ഗീതു എന്ന് പറയുകയാണേ. അപ്പോൾ ഗീതു ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ. ഗോവിന്ദ് പറയുന്നുണ്ട്, അവനെ കൊല്ലും എൻ്റെ കൈ കൊണ്ട് എന്ന് ദേഷ്യത്തോടെ ഗോവിന്ദ് പറയുകയാണ് ചെയ്യുന്നത്. ശേഷം രാധികാമ്മയും അയ്യപ്പേട്ടനും തമ്മിലുള്ള സംഭാഷണമാണ് കാണിക്കുന്നത്. രാധികാമ്മ പറയുന്നുണ്ട്, നിങ്ങളെന്താ ഒന്നും മിണ്ടാത്തേ, ഞാൻ ചോദിച്ചതിനുള്ള മറുപടി പറ, നിങ്ങൾ എന്ത് ഉദ്ദേശിച്ചാൽ അവിടെ നിൽക്കാൻ മറ്റാരെക്കാളും യോഗ്യത ഗീതുവിനാണെന്ന് പറഞ്ഞത് പറ എന്ന് പറയുകയാണ് കേട്ടോ രാധികാമ്മ. അപ്പോൾ അയ്യപ്പേട്ടൻ പറയുന്നുണ്ട്, അത് എന്നെക്കൊണ്ട് പറയിക്കണോ രാധികാമ്മേ? ഗീതു ഭദ്രൻ്റെ മകളാ, എന്നിട്ട് കുടുംബത്തിലെ ശത്രുവിനെ വീട്ടിൽ കയറ്റി സൽക്കരിച്ചിട്ടില്ല. നിങ്ങൾ അതുപോലെയാണോ രാധികാമ്മേ? മാധവൻ മുതലാളിയെ ചതിച്ച അനാർക്കലിയെ അറക്കൽ തറവാട്ടിൽ അന്തി ഉറങ്ങാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിച്ചു? അതിന് സമ്മതിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എങ്ങനെ സാധിച്ചു രാധികാമ്മ എന്ന് ചോദിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ രാധികാമ്മ പറയുന്നുണ്ട്, നിങ്ങൾ അനാർക്കലിയെക്കുറിച്ച് കണ്ണനോട് പറഞ്ഞോ?
അതുകൊണ്ടാണോ അവൻ എന്നെ ധിക്കരിച്ചത് പറ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അയ്യപ്പേട്ടൻ പറയുന്നുണ്ട്, ഇതുവരെ ഞാനൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷേ ഇനിയും അതുപോലെ ആവണമെന്നില്ല, ഞാൻ ചിലപ്പോൾ പറഞ്ഞെന്നും ഇരിക്കും. പ്രിയമോളുടെ വീഴ്ച കൊണ്ട് രക്ഷപ്പെട്ടത് രാധികാമ്മയാണ്, ഇല്ലെങ്കിൽ അനാർക്കലിയെ ഗോവിന്ദ് സ്വന്തം കുടുംബത്തിൽ കാണുമായിരുന്നു. പിന്നെ എന്താ നടക്കുന്നതെന്ന് ഞാൻ പറയണോ രാധികാമ്മേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. ഗോവിന്ദും ഗീതും മുകളിലേക്ക് പോവാതെ തടഞ്ഞു നിർത്തിയത് ഞാനാ. ഓരോന്ന് പറഞ്ഞ് അവരെ തടഞ്ഞു നിർത്തുകയാണ് ചെയ്തത്. ഞാൻ അവിടെ പിടിച്ച് നിർത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ, ഓരോന്ന് പറഞ്ഞ് അങ്ങനെ പിടിച്ച് നിർത്തിയിട്ടില്ലായിരുന്നെങ്കിൽ, അവർ മുകളിലേക്ക് വന്നതായിരുന്നെങ്കിൽ പ്രിയമോൾക്ക് ഇങ്ങനെ അപകടം സംഭവിക്കില്ലായിരുന്നു. ശേഷം കരഞ്ഞുകൊണ്ട് പറയുവാണേ, എൻ്റെ വിഘ്നേശ്വര, ഏത് നേരത്താണ് നീ എനിക്ക് ആ ബുദ്ധി ആലോചിച്ചത്? ഗോവിന്ദൻ കുഞ്ഞ് അനാർക്കലിയെ കണ്ടിരുന്നെങ്കിൽ രാധികാമ്മ എന്നേക്കുമായി പടിയിറങ്ങേണ്ടി വന്നേനെ. അതിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾക്ക് കഴിഞ്ഞു അല്ലേ? അതിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾ ചിലപ്പോൾ പ്രാർത്ഥിച്ചു കാണും. അതിൻ്റെ ഫലമാണ് പ്രിയമോൾക്ക് ഇങ്ങനെ വീഴ്ചയുണ്ടായത്. പ്രിയക്ക് ഇങ്ങനെ വരാൻ കാരണം രാധികാമ്മയാ, മറ്റാരും അല്ല എന്ന് പറയാണ് കേട്ടോ. നിങ്ങൾ ഒറ്റൊരുത്തി കാരണമാണ് പ്രിയക്ക് ഇങ്ങനെ വന്നതെന്ന് പറയാണ്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വരുൺ അത് കാണുന്നുണ്ട് കേട്ടോ. ഡാ എന്ന് പറഞ്ഞ് കോളറിൽ പിടിക്കുകയാണേ അയ്യപ്പേട്ടൻ്റെ. താൻ ആരടാ എൻ്റെ അമ്മയെ കുറ്റം പറയാൻ? താൻ ഇനി വീട്ടിൽ കാല് കുത്തില്ല എന്ന് പറയാണ് കേട്ടോ ദേഷ്യത്തോടെ. അപ്പോൾ വരുണിനെ അയ്യപ്പേട്ടൻ തട്ടി മാറ്റുകയാണ്. പോടാ എന്ന് പറഞ്ഞുകൊണ്ട് തട്ടി മാറ്റുകയാണേ. എന്നോട് ആജ്ഞാപിക്കാൻ അറക്കൽ തറവാട് നിൻ്റെ അച്ഛൻ്റെ വകയാണോടാ എന്ന് ദേഷ്യത്തോടെ ചോദിക്കുകയാണേ. മാധവൻ നായരെന്ന് പേരെടുത്തു പറയാൻ നിനക്ക് എന്താടാ അധികാരം? ആ മനുഷ്യൻ ആരാണെന്ന് നിൻ്റെ അമ്മ പറഞ്ഞു തന്നിട്ടില്ലെങ്കിൽ എന്നോട് ചോദിക്കടാ, ഞാൻ പറഞ്ഞു തരാം എന്ന് പറയുകയാണേ. അപ്പോൾ വരുണ്, താൻ ഇനി ഒന്നും പറയണ്ട, ഇറങ്ങട പുറത്ത് എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ രാധികമ്മ പറയുന്നുണ്ട്, വേണ്ട വരുൺ വേണ്ട, അങ്ങനെ പറയാണ്. അപ്പോൾ അയ്യപ്പേട്ടൻ പറയുന്നുണ്ട്, അയ്യപ്പൻ അറക്കൽ തറവാടിൻ്റെ പാപ്പാനാണെന്ന് സമയം കിട്ടുമ്പോൾ പറഞ്ഞു കൊടുത്തേക്ക് രാധികാമ്മേ എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ വരുൺ ഡാ എന്ന് പറയാണേ. അപ്പോൾ രാധികമ്മ പറയുന്നുണ്ട്, വരുൺ വേണ്ട, പ്രിയമോൾ ഇങ്ങനെ കിടക്കുമ്പോൾ പുറത്ത് ഇങ്ങനെ ഒരു തർക്കം വേണ്ട. അണയാത്ത കനലുകൾ ചാരം മൂടി തന്നെ കിടക്കട്ടെ അയ്യപ്പ എന്ന് പറയാണ് കേട്ടോ അയ്യപ്പേട്ടൻ്റെ അടുത്ത്. അപ്പോൾ അയ്യപ്പേട്ടൻ പറയുന്നുണ്ട്, എനിക്ക് വിരോധമൊന്നുമില്ല, പറ്റുന്നിടത്തോളം കാലം ഇങ്ങനെയൊക്കെ തന്നെ പോട്ടെ. പ്രിയമോൾക്ക് സംഭവിച്ച ദുരിതത്തിന് എല്ലാവർക്കും സങ്കടമുണ്ട്, വിനോദിനെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട്. പക്ഷേ ഈ അവസ്ഥ മുതലെടുത്ത് ആരെങ്കിലും ഗീതുമോളെയും ഗോവിന്ദൻ കുഞ്ഞിനെയും പിരിക്കാൻ ശ്രമിച്ചാൽ കനലുകൾ ആളിക്കത്തി കാട്ടുതീയാക്കും ഞാൻ. ആ കാട്ടുതീയിൽ സകലരും കത്തി വെണ്ണീരാകും. എല്ലാവരെയും കൊണ്ടേ അയ്യപ്പൻ പോകൂ ഇങ്ങനെ പറയാണ് കേട്ടോ അയ്യപ്പേട്ടൻ. അപ്പോൾ വരുണും രാധികാമ്മയും ഒന്ന് ഞെട്ടുകയാണ് ചെയ്യുന്നത് കേട്ടോ. മരിച്ച് തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന മാധവൻ മുതലാളിയാണേ സത്യം എന്ന് പറയാണ് കേട്ടോ. ശേഷം അയ്യപ്പേട്ടൻ അവിടെ നിന്ന് പോകുകയാണേ. വരുണോ രാധികാമ്മയും ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ് ഇതൊക്കെ കേട്ടിട്ട്. അയ്യപ്പേട്ടൻ എന്നിട്ട് അവിടുന്ന് മാറി നിന്ന് കരയാണ് ചെയ്യുന്നത് കേട്ടോ. ഒരുപാട് സങ്കടത്തോടെ കരയാണ് ചെയ്യുന്നത്. ശേഷം ഗോവിന്ദ് ഗീതും ഐസിയുവിൻ്റെ മുമ്പിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ഡോക്ടർ വരും കേട്ടോ. വരുമ്പോൾ എന്തായി ഡോക്ടർ എന്ന് ചോദിക്കും. അപ്പോൾ ഡോക്ടർ പറയും, റിസ്ക് എടുത്താലും കുഞ്ഞിനെ ഓപ്പറേറ്റ് ചെയ്ത് എടുക്കാനാണ് ഡോക്ടറുടെ ഒപ്പീനിയൻ എന്ന് പറയാണ് കേട്ടോ. അത് കഴിഞ്ഞേ പ്രിയയുടെ സർജറി തുടങ്ങാൻ പറ്റൂ, എല്ലാത്തിനും നിങ്ങളുടെ തീരുമാനമാണ് പ്രധാനം എന്ന് പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, എനിക്കൊന്നും അറിയില്ല ഡോക്ടറെ, എന്താണെങ്കിലും നിങ്ങൾ തന്നെ ചെയ്താൽ മതി ഡോക്ടറെ എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല ഗോവിന്ദ്, സർജറിയുടെ റിസ്കുകൾ നിങ്ങൾ അറിഞ്ഞിരിക്കണമെന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, നടത്താതിരിക്കുന്നത് റിസ്ക് അല്ലേ ഡോക്ടറെ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. ഇത് പറയുന്നുണ്ട്, ധൈര്യമായിട്ട് സർജറി നടത്താൻ പറ കണ്ണേട്ടാ, നമ്മുടെ പ്രിയയ്ക്കും കുഞ്ഞിനും ഒരു കുഴപ്പവും വരില്ല. ഗോവിന്ദ് പറയുന്നുണ്ട്, അവൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുമോ? നീ വിളിച്ച ഗുരുവായൂരപ്പൻ വിളി കേൾക്കും എന്നിങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ ഗീതു പറയുന്നുണ്ട്, ഞാൻ ഓരോ മിനിറ്റിലും പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെയല്ലേ ഇരിക്കുന്നത് കണ്ണേട്ടാ, ഇപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് എന്ന് സങ്കടത്തോടെ പറയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഡോക്ടർ പറയാണ്, നിങ്ങൾ എൻ്റെ റൂമിലേക്ക് വരൂ ഗോവിന്ദ്, സർജറിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പറഞ്ഞു തരാമെന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, എനിക്കൊന്നും അറിയില്ല, എനിക്കൊന്നും കേൾക്കണ്ട, എന്നോട് ആരും ഒന്നും പറയും വേണ്ട എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ഗീതു പറയുന്നുണ്ട്, കണ്ണേട്ടാ ഇങ്ങനെ തളരാതെ സൈൻ ചെയ്ത് കൊടുത്താലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, ഒന്ന് പറയൂ രേഖേച്ചി എന്ന് പറയുകയാണേ. ഇതൊക്കെ കേട്ടുകൊണ്ട് വിനോദ് ഹോസ്പിറ്റലിൽ നിന്ന് ഒളിഞ്ഞ് നിന്ന് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഗീതു കാണുകയാണേ. ഗീതു ഒന്ന് ഞെട്ടുന്നുണ്ട്. വിനോദ് ഒളിഞ്ഞുകൊണ്ട് നിൽക്കുമായിരിക്കും കേട്ടോ, ആരും കാണാൻ പാടില്ലല്ലോ. അപ്പോൾ ഒളിച്ചിങ്ങനെ നോക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ രേഖ പറയും, ഗോവിന്ദേട്ടാ ഒന്നും പറയില്ല എന്നിങ്ങനെ ഗോവിന്ദനെ സമാധാനിപ്പിക്കുകയാണ് കേട്ടോ രേഖ. ഡോക്ടർ പറയുന്നുണ്ട്, ഗോവിന്ദ് വരൂ എന്ന് പറയാണ്. അങ്ങനെ ഗോവിന്ദ് ഡോക്ടറുടെ കൂടെ പോവാണ്. രേഖ പറയും, ഗോവിന്ദേട്ടൻ്റെ കൂടെ നീ കൂടെ പോ ഗീതു എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ഗീതു പറയുന്നുണ്ട്, രേഖേച്ചി ചെല്ലും.
ഞാനിപ്പോൾ വരാം. അപ്പോൾ രേഖ ചോദിക്കുന്നുണ്ട്, ഞാനോ? എന്താടി നിൻ്റെ മുഖത്തിനൊരു പരിഭവം എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗീതു പറയുന്നുണ്ട്, അതെ രേഖേച്ചിനെ ഒന്ന് പോ, പ്ലീസ് രേഖേച്ചി ഒന്ന് പോ എന്ന് പറയാണ് കേട്ടോ. ശേഷം വിനോദിൻ്റെ അടുത്ത് ചെല്ലാണ് ചെയ്യുന്നത്. ആ സമയം ഗീതു വേഗം വിനോദിൻ്റെ അടുത്തേക്ക് ഓടി ചെന്ന് വന്നിട്ട്, ഡാ നീ എൻ്റെ കൂടെ പിറപ്പ് തന്നെയാണോടാ എന്നിങ്ങനെ പിടിച്ച് ദേഷ്യം പിടിച്ച് ഇങ്ങനെയൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ വിനോദ് ചേച്ചിന്ന് വിളിക്കുമ്പോൾ ഗീതു പറയാണ്, വേണ്ട എന്നെ ഇനി അങ്ങനെ വിളിക്കണ്ട, എന്തിനാ ഇപ്പോൾ വന്നേ? പ്രിയ മരിച്ചോന്ന് അറിയാനോ? പറയടാ പറ. അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഗീത അടിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ, ദേഷ്യം വന്നിട്ട് വിനോദിനെ. അപ്പോൾ അടിച്ചുകൊണ്ടാണ് പറയുന്നത്, ഇല്ലടാ കുറച്ച് ശ്വാസം കൂടെ ബാക്കിയുണ്ട്, അതുകൂടെ ഇല്ലാതാക്കാനാണോ നീ ഇങ്ങോട്ട് വന്നേ? പറയെന്ന് പറഞ്ഞുകൊണ്ട് വിനോദിനെ ഗീത നല്ല പൊതിരെ തല്ലുകയാണ് ചെയ്യുന്നത് കേട്ടോ. എന്ത് ദ്രോഹാടാ പ്രിയ നിന്നോട് ചെയ്തത്? നിന്നെ മനുഷ്യനായിട്ട് ആക്കി മാറ്റിയതിനോ? ഇത്രയും വലിയ ശിക്ഷ എന്തിനാടാ നീ കൊടുത്തേ? എനിക്ക് നിന്നെ വേണ്ട, ഇവിടുന്ന് പോ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ ഗീതോ. എന്നിട്ട് ആ വിനോദിനെ തട്ടി മാറ്റിയിട്ട് ഇവിടുന്ന് പോന്ന് ദേഷ്യപ്പെട്ട് നിന്ന് കരയാണ് ചെയ്യുന്നത് ഗീതു. അപ്പോൾ സങ്കടത്തോടെ നോക്കി നിൽക്കുന്ന വിനോദം കരഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഇങ്ങനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ വിശേഷങ്ങൾ അവസാനിക്കുന്നത്. എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഇനി എന്തെങ്കിലും മാറ്റം വരുത്തണോ റിവ്യൂവിൽ, അതുകൂടി ഒന്ന് പറയണേ കേട്ടോ. ഗീതാ ഗോവിന്ദം സീരിയലിൻ്റെ എല്ലാ ദിവസത്തെയും എപ്പിസോഡ് റിവ്യൂ ഈ ചാനലിൽ ഉണ്ടായിരിക്കും. അപ്പോൾ കൂടുതൽ വീഡിയോയ്ക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.